ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും ഒരു ചെറിയ യാത്ര. ഒരു 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കുട്ടനാട് പോകാമെന്നാണ് പ്ലാൻ. ആലപ്പുഴ ജില്ലയിലേക്ക് പോവാണ്. ഓക്കെ, റോസി എൻ്റെ പറയാനുണ്ട്. റോസി ടാറ്റാ. അമ്മ പോയിട്ട് വരട്ടെ, ബായ്. വളരെ വിഷമത്തിൽ നിൽക്കുവാണ്. ആലപ്പുഴയിലേക്കുള്ള റൂട്ടിലാണ് ഞാൻ ഇപ്പോൾ. നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ കുറച്ച് ഏർലി മോർണിംഗ് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. കാര്യമൊന്നും നടന്നില്ല, കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ആക്ച്വലി ആലപ്പുഴയിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു ഫാമിലി ഫ്രണ്ട്, ജോമോൻ എന്നാണ് പേര്. പുള്ളി അത്യാവശ്യം ആലപ്പുഴയിലെ ഒരു കുറേ കോൺടാക്ട്സ് ഒക്കെ ഉള്ള ആളാണ്. ഞാൻ പരിചയപ്പെടുത്തി തരാം അവിടെ എത്തുമ്പോൾ. അപ്പോൾ ജോമോൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും നമ്മൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഹൗസ് ബോട്ടിൽ ആണ് എനിക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ ഒരു ലക്ഷറി ഹൗസ് ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കാര്യം വർഷങ്ങൾക്ക് മുന്നേ കുട്ടനാട് പോയിരുന്നു. ആ സമയത്ത് ഹൗസ് ബോട്ടിലൊക്കെ നമ്മൾ സഞ്ചരിച്ച ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ അതൊരു സാധാരണ ഹൗസ് ബോട്ടായിരുന്നു. ഇത് അതിനേക്കാട്ടിലും കാര്യം ഇപ്പോൾ ഇത്ര വർഷമായി, ഒരു 10 വർഷത്തോളമായില്ലേ. അത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഒരു ഹൗസ് ബോട്ട് യാത്ര ഞാനിപ്പോൾ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഹൗസ് ബോട്ട്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പിന്നെ പല ടൈപ്പ് ഓഫ് ഹൗസ് ബോട്ട്സ്, 2 നിലയുള്ളത്, പിന്നെ ലക്ഷറി, 5 സ്റ്റാർ ടൈപ്പ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കുട്ടനാടിൻ്റെ സൗന്ദര്യം കാണാനായിട്ട് ജനലെല്ലാം താഴ്ത്തി. രസമാണ് കാണാൻ, എന്ത് ഭംഗിയാണ്. ഇപ്പം എല്ലാം ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. കുട്ടനാട് എനിക്ക് പൊതുവെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് നോക്കിയാൽ ഇഷ്ടം പോലെ താറാമുട്ട, പിന്നെന്താ കരിക്കെല്ലാം ഒരു കോമൺ കാഴ്ചയാണ്. അപ്പം നമ്മളിപ്പോൾ നെടുമുടി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞു. വാഹനമാണ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെ ഫോളോ ചെയ്യാണ്. അപ്പോൾ നമ്മളിതേ ജോമോൻ കണ്ണാട്ടുപടം. ഹലോ, ഞങ്ങൾ നമസ്കാരം. നമ്മൾ ഫോളോ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ വെൽക്കം ടു ബാക്ക് വാട്ടേഴ്സ്. ഓക്കെ, ഇദ്ദേഹം ഇവിടുത്തെ വലിയ പുലിയാണ്. അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. അതെ, സത്യം, ഒത്തിരി നാളായി. ഹൗസ് ബോട്ട്, അതായത് ഏറ്റവും ലക്ഷറിയസ് ഹൗസ് ബോട്ട് ആയിരുന്നു നമ്മൾ. 5 സ്റ്റാർ ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൗസ് ബോട്ട്. എന്താ സ്പൈസ് ക്രൂയിസ്? ഫുൾ നെയിം എന്തായിരുന്നു അതിന്റെ? സ്പൈസ് ക്രൂയിസ് ലക്ഷറി. ഓക്കെ, സ്പൈസ് ക്രൂയിസ് ലക്ഷറി ഹൗസ് ബോട്ടാണ്. അതിലാണ് നമ്മളെ ഹോളണ്ടിന്റെ കിങ്ങും ക്വീനും ഒക്കെ താമസിച്ചത് അല്ലേ? അവർ എത്ര ദിവസം ഉണ്ടായി? 2 days? 6 hours. ഓ, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് സ്പോട്ടിലാണ് നിന്നിരിക്കുന്നത്. ഇത്ര ഭംഗിയുള്ള സ്ഥലം നോക്കിയേ. സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഇതെല്ലാം നെടുമുടി ഭാഗമാണ് അല്ലേ? കൈനഗരി ആ റൂട്ടാണ്. ചേന്നഗിരി, കൈനഗിരി, ഇതെല്ലാം നെടുമുടി ഭാഗം. എത്തൊരു ഭംഗിയാണ്. ആ വീട്ടുകാരുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. ആഹാ, നടുക്കിങ്ങനെ ഒരു വീട് വെച്ചിട്ട്. വെള്ളപ്പൊക്കം വരുമ്പോൾ ഏറ്റവും പാട് ഈ ഭാഗത്താണ്. ഇപ്പൊ ശരിക്കും നല്ലൊരു ടൈമാണ് കൃഷി അല്ലേ?
വൃശ്ചികത്തിൽ ഇപ്പോൾ എല്ലാം പാഡി ഫീൽഡൊക്കെ കംപ്ലീറ്റ് കൃഷിയെല്ലാം ഇറക്കി. ഓ, താറാവുണ്ടോ അവിടെ ആ ഭാഗത്തൊക്കെ? ഇല്ല. അല്ല, ഇവിടെ ഇപ്പോൾ താറാവിൻ്റെ സീസൺ എങ്ങനെയാണ്? താറാവിനെ കൊണ്ടുവരും. ഓക്കെ, ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാടങ്ങളെല്ലാം നിറച്ച് കൃഷി ഇറക്കിയിരിക്കുവാണ്. ആ, ഇനി വെള്ളമാകുന്നത് ആഫ്റ്റർ ദിസ്. ഓക്കെ, കൃഷി കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നാലും കുറേ ഭാഗത്ത് വെള്ളം ഉള്ള ഭാഗങ്ങളില്ലേ, അത് ആ ഭാഗത്തേക്കെല്ലാം പോയിട്ട് ഒരു ഗ്രീൻ കാർപ്പറ്റാണ് കാണുന്നത് അല്ലേ? സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പച്ചപ്പെല്ലാം. ഈ വീട്ടുകാരുടെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വെള്ളം വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ഓഹോ, നൈസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ദൂരം പോയാൽ മതിയല്ലോ അല്ലേ? ശരി ശരി. അവിടെ ഐലൻഡ്സ് പോലെ അല്ലേ വീടുകൾ ഈ പാടത്തിൻ്റെ ഇടയ്ക്ക്? തുരുത്ത്. ആ, നല്ല രസമുണ്ട്. ബ്യൂട്ടിഫുൾ. എന്ത് മനോഹരമായ കാഴ്ചയാണ്. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞു. ജോമോൻ കയറി ഫ്രണ്ടിലേക്ക് പോകുന്നു. നമുക്കിനി അതേ സമയം വെയിറ്റ് ചെയ്യാൻ പറ്റാം, പിന്നാലെ ഫോളോ ചെയ്യാം. ആണ് നല്ല. അല്ലെങ്കിലേ നമ്മൾ ഓൾറെഡി ലേറ്റാണ് ഹൗസ് ബോട്ടിലേക്ക് കയറാനായിട്ട്. ഓൾറെഡി ലേറ്റ്. സോ വി ഹാവ് ടു സ്പീഡ്. നമസ്കാരം. കുഴപ്പമില്ലായിരുന്നു, ഇച്ചിരി ലേറ്റായി തോന്നുന്നു അല്ലേ ഞങ്ങൾ? ഇല്ല, കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ. ഇതിപ്പോ ഓഫീസ് ഏരിയ ആണ് അല്ലേ? ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ തറവാടാണ്. ഓഹോ, അക്കരക്കളം ഫാമിലിയുടെ. ഓക്കെ, അക്കരക്കളം ഫാമിലിയുടെ തറവാട് ഹൗസ് ആണ്. അവർ നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഓ, ശരി. ഓക്കെ. ഇവിടെ ഫ്രണ്ടിൽ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുൻവശം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡാണ്. പുഴയുടെ സൈഡായിരിക്കുമല്ലോ. അതെ അതെ അതെ. റോഡൊക്കെ പിന്നെ വന്നത്. അതെ. അപ്പൊ ആ ബാക്കിലുള്ള പാടങ്ങൾ, ആ ശേഖരങ്ങളൊക്കെ ഇവരുടെ തന്നെയായിരുന്നു. ഓക്കെ. Oh, he is the okay. Yeah, one of the partners. Okay. Thank you. Yes. Okay. Thanks. This is my family house. He was telling me that. Okay. It's about 150-year-old house. We moved from here about 39 years back. Okay. അക്കരക്കളം എന്ന് പറഞ്ഞൊരു ഫാമിലി ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പോകുന്ന ഹൗസ് ബോട്ടിൻ്റെ ആ ഒരു സ്പൈസ് റൂട്ട് എന്ന് പറഞ്ഞ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ കമ്പനിയാണ്. ഈ വീടെന്ന് പറയുന്നത് തറവാട് വീടാണ്. ഓക്കെ, ഇതിൻ്റെ ഓണറാണ് ശരിക്കും പറഞ്ഞാൽ. പാർട്ട്നേഴ്സും ഉണ്ട്. ആൻഡ് ഇവരെല്ലാം ഇപ്പോൾ സിറ്റിയിലേക്ക് മൂവ് ചെയ്തു. പക്ഷേ ഇത് കുഞ്ഞിലേക്ക് ഇവിടെ തന്നെയായിരുന്നു അല്ലേ? ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയാം അല്ലേ? തറവാട് വീട് 150 years old. വളരെ സാധാരണ നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇവിടെ റിസീവ് ചെയ്യും. റിസപ്ഷൻ ഏരിയ ആയി സ്പൈസ് റൂട്ട്സിൻ്റെ. ഇപ്പോഴത്തെ ഒരു കൊറോണയ്ക്ക് ശേഷം ഇവിടെ ഇരുത്താറില്ല അല്ലേ? നേരെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു. സെലിബ്രിറ്റി വാൾ ആരൊക്കെയാ വന്നിട്ടുള്ളതെന്നുള്ളതിൻ്റെ അല്ലേ? ദിസ് ഈസ് നെതർലാൻഡ്സ് കിങ് വില്യം അലക്സാണ്ടർ ആൻഡ് ക്വീൻ മാക്സിമ വന്നിരുന്ന ഈ ഒരു ഹൗസ് ബോട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് ഇവിടെ മിക്കവാറും എല്ലാ സെലിബ്രിറ്റീസും വന്നല്ലോ. അപ്രിസിയേഷൻ ലെറ്റർ. ഓ, വെരി ഗുഡ്. ഹാൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് എല്ലാ VIPസിൻ്റെ ഉണ്ട്. അപ്രിസിയേഷൻ ലെറ്റർ. കിങ്ഡം ഓഫ് നെതർലാൻഡ്സ്. ഓക്കെ, നൈജൽ ഷോർട്ട്, ബ്രിട്ടീഷ് Grandmaster. Okay. And Chief Minister of Bombay. Uddhav Thackeray. Oh, വന്നിരുന്നു അല്ലേ? മിസ്റ്റർ ഉദ്ധവ് താക്കറെ വന്നിരുന്നു. ഓ, ഓക്കെ. അമല പോൾ വന്നിട്ടുണ്ട്. ഫിലിം ആക്ട്രസ്. ഓക്കെ ഓക്കെ. ഓക്കെ, ഓൾ ദി സെലിബ്രിറ്റീസ് ആൻഡ് ഓക്കെ VIPs. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു വാൾ വെച്ച് ഫാമിലി. ഓക്കെ, ഇതാണ് ഫുൾ അല്ലേ ഫാമിലിയുടെ? ഫാമിലി പോർട്രേറ്റ്. ഓക്കെ, 79. ഓക്കെ, അപ്പോൾ ഒരു തറവാട് വീടിനകത്തോട്ട് നടന്ന് പോവുകയാണ്. $150 വർഷം പഴക്കമുള്ള ഒരു വീട്. ആഹാ, സോ നൈസ്. അമ്മയൊക്കെ ഇപ്പോൾ എവിടെയാ? ടൗണിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ തറവാടായിരുന്ന സമയത്ത് ഇതേ നോക്കി ഇവിടെ നിന്നാണ് എൻട്രൻസ്. എപ്പോഴും അങ്ങനെയാണ്. കുട്ടനാടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഇവിടെ കായലും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അന്ന് റോഡൊന്നും ഇല്ലല്ലോ. തറവാട് വീട് 150 വർഷം പഴക്കം. ഇവരുടെയാണ് ഇതെല്ലാം സ്പൈസ് റൂട്ട്സ്. നമ്മളിന്ന് പോകുന്ന ഫെനൽ
എല്ലാത്തിൻ്റെ പേരിങ്ങനെയല്ലേ സ്പൈസസിൻ്റെ? ഓരോ സ്പൈസുകളുടെ പേരാണ്. പെപ്പർ, സാഫ്രൻ, സിനമൺ, ഓക്കെ, ഫെനൽ ആൻഡ് ടാമറിൻഡ്. ഓ വണ്ടർഫുൾ. അത് കൊള്ളാം. എത്രയുണ്ട് അപ്പോൾ? എത്ര ബോട്ട്സ് ഉണ്ട്? 6. നമ്മളിപ്പോ ഈ ഫെനലിലാ പോകുന്നത്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി എയർ കണ്ടീഷൻ. അപ്പൊ രാത്രിയില് കൊതുകടി ഉണ്ടാവില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ കംപ്ലൈന്റ് അതാണ്. നോർമലി എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയിടുന്ന സമയത്തെ ഭയങ്കര ന്യൂസൻസ് ആണ് ഈ കൊതുകിന്റെ ശല്യം. എല്ലാം സാനിറ്റൈസ് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാം സാനിറ്റൈസ്ഡ് ആണ്. എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്, ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളതാണ് സാഫ്രൻ. അതൊന്ന് കാണുക ആദ്യം. ഓക്കെ. പിന്നെ ഇതാണ് ഏറ്റവും ലക്ഷറിയസ് എന്ന് പറഞ്ഞല്ലോ അല്ലേ, ഈ ഒരു സാഫ്രൺ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ സാഫ്രൺ ഇറ്റ്സ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഒരു സ്പൈസ്. ഇത് നോക്കിയേ, കംപ്ലീറ്റ് ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുന്ന പോലെ തന്നെയാണ്. ലിവിങ് ഏരിയ. ഓക്കെ. ഇത് അപ്പോൾ ഇതിനകത്തൊരു ഒറ്റ ബെഡ്റൂം ഉണ്ട് കപ്പലിന് വേണ്ടിയിട്ടുള്ളത്. ഹണിമൂണേഴ്സിന് വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ട്. ഓക്കെ ഓക്കെ. ഒരു വലിയൊരു സൂട്ട് റൂമാണ് അല്ലേ? സിറ്റിംഗ് റൂം, ബ്യൂട്ടിഫുൾ ബെഡ്റൂം. ആഹാ, നൈസ്. എന്താ ഹണിമൂൺ കപ്പിളിന് പറ്റിയ കാര്യം? ജക്കൂസി. ഓ, ഒരു ജക്കൂസി. ആലപ്പി. ഇതങ്ങനെ വേറെ എവിടെയും കാണില്ല. ആലപ്പുഴയിൽ വന്നാൽ ജക്കൂസി ആൻഡ് സോ നൈസ്. ഹോട്ട് സെല്ലിംഗ് ആണ്. ഇതെങ്ങനെയാണ് ചാർജ് ഒക്കെ നോർമലി for people to range from depending upon the season? High season laanengil season can go up to 45 and off season will come down to 30. Okay. സീസണും കൂടി പറയണം. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് വന്ന് ബുക്ക് ചെയ്ത് താമസിക്കാൻ പറ്റുമല്ലോ. ആൾക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം. സച്ച് എ ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുക, ഇതൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പോൾ ഹോട്ടൽസിനൊക്കെ കുറിച്ച് പറയുന്ന പോലെ ഒരു ഹണിമൂണിനൊക്കെ കുട്ടികൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ്. നൈസ്. ഇറ്റ്സ് ഫുള്ളി എയർ കണ്ടീഷൻ ആണ്. ഓക്കെ. യാ, ഇത് സാഫ്രൻ. അപ്പോൾ 6 ബോട്ട്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സാഫ്രൻ ഫോർ ഹണിമൂൺ പർപ്പസ്, അങ്ങനെയും പറയാം അല്ലേ. സ്പൈസ് റൂട്ട്സ്. നൈസ്. ഇത് തന്നെയല്ലായിരുന്നു നമ്മൾ വന്ന വഴി? എനിക്കാകെ കൺഫ്യൂഷൻ. സർവീസ് ഏരിയ ടോപ്പിലാണല്ലേ എൻ്റെ? ഓക്കെ. ഡൈനിങ്. ഓക്കെ. സോ വി ആർ ഗോയിങ് അപ്സ്റ്റേഴ്സ്. മുകളിലേക്ക് പോകുമ്പോൾ കാണുന്നത് ഒരു ഡൈനിങ് ഏരിയ. ഇപ്പൊ ആണല്ലേ? ഓക്കെ. കയറി നിക്കാം അല്ലേ? ഇവിടെ നമ്മൾ തടിക്കയിട്ട് കൊടുക്കും. ഇരുന്ന്. ഓ ഓക്കെ. എക്സ്ക്ലൂസീവ് ഡൈനിങ്. ഇതൊരു കപ്പിളിന് വേണ്ടി മാത്രമുള്ള ഒരു ബോട്ട്. അതാണ് ഹണിമൂണിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് ഇങ്ങനെ ഈ സൈഡിൽ ഇച്ചിരി റൂഫ് കവർ ചെയ്തിട്ടിരിക്കുന്നു അല്ലേ? മഴ ഓപ്പൺ ആക്കാം. തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും രസമായിട്ട്. സോ നൈസ്. ബെഡൊക്കെ ഇട്ടിട്ട് അവിടെ എല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് മുള്ള. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ക്രൂയിസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തിങ്ങനെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ആസ്വദിച്ചു. സോ നൈസ്. ഇത് ഓഫ് സീസൺ എന്ന് പറയുമ്പോൾ ഏത് മന്ത് ആയിരിക്കും? മൺസൂൺ തന്നെ ആയിരിക്കും അല്ലേ? ഏപ്രിൽ ടു സെപ്റ്റംബർ. അപ്പോഴാണ് ഇച്ചിരി റേറ്റ് കുറയുന്നത് അല്ലേ? ഒരു 30 എല്ലാം കിട്ടും. പക്ഷേ ആ സമയത്ത് മൺസൂൺ ടൂറിസം ഒരു വലിയ സംഭവം അല്ലേ അല്ലേ? മഴയത്ത് ഇങ്ങനെ ഹൗസ് ബോട്ടിൽ പോവാന്ന് പറയുമ്പോൾ അത് രസമാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് മോസ്റ്റ്
സോർട്ട് ആഫ്റ്റർ, അതായത് ബുക്കിംഗ് ഫുള്ളാണ്. സീസൺ ആയി കഴിഞ്ഞാൽ ആർക്കും കിട്ടില്ല, ഭയങ്കര പാടായിരിക്കും. സോ നൈസ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുവാണ് അല്ലേ, ഇതിപ്പോൾ പിടിച്ചിട്ടിരിക്കുമല്ലേ. പക്ഷേ ഇത് മൂവി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം കൂടുന്നത്. ഇപ്പം സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു റൂം പോലെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് മൂവിങ്, ആഹാ, കായലിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അല്ലേ. എന്തായാലും ഞാൻ ഈ ബോട്ടിലല്ല കേട്ടോ ഇന്ന് സ്റ്റേ. ഇത് ഹണിമൂൺ ബോട്ടാണ്, നമ്മൾ സിംഗിളായിട്ട് പോവല്ലേ. അപ്പോൾ ഇത് ഇവരുടെ തന്നെ. ഞാനിന്ന് പോകുന്നത് ഫെനലിലാണ്. ഓക്കെ, ഫെനൽ. യാ, അപ്പോൾ സാഫ്രൺ കഴിഞ്ഞു, അടുത്ത പെപ്പറുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഡബിൾ സ്റ്റോറിയുടെ ഉണ്ടല്ലേ വേറെ. ഇത് 5 bedroom ആണ് അല്ലേ. 5 bedroom. ഇത് 5 bedroom ഉണ്ട്. 5 bedroom താഴെ മേളില് വലിയൊരു ഡൈനിങ് ഹാൾ. ഓക്കെ, 80 to 100 പീപ്പിളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ ചെറിയ അല്ലേ. അപ്പോൾ നമുക്ക് ടാമറൻഡ് കാണാം അല്ലേ. ടാമറൻഡ് മീൻസ് 5 bedroom ആൻഡ് 80 to 100 പീപ്പിളിനുള്ള സംവിധാനങ്ങൾ. നോക്കിയേ, കയറുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ഡൈനിങ് ഏരിയ. ഇത് കുഞ്ഞൊന്നും നമ്മൾ പറയുന്നത് അത്ര കുഞ്ഞൊന്നുമല്ല, ബട്ട് ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലാണ് മെയിൻ ഡൈനിങ് ഏരിയ. ഒരു ടോട്ടൽ ഒരു വിൻറ്റേജ് ഫീലാണ്, അങ്ങനത്തെ ഫേർണിച്ചേഴ്സും ഒക്കെ ആയിട്ട്. 5 bedroom കാണാം. ഇതെന്താ, ഇതൊരു വീട് മാതിരി തന്നെ. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഓക്കെ, ആഹാ, ഓ എന്താ ഭംഗി നോക്കിയേ. ഇതൊരു ഫസ്റ്റ് ബെഡ്റൂം. ഓക്കെ, ഇതൊരു മുറി പോലെ, ഇതൊരു ബോട്ടാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ഓ സോ നൈസ്. ഇതിപ്പോൾ ജനലൊക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതേ നോക്കി. ഇതിപ്പോൾ സ്റ്റേഷനറി ആയിട്ട് കിടക്കാണ്, എങ്കിലും മനോഹരമായ ആംബിയൻസ്. ഓപ്പൺ ചെയ്യാം, ഫുള്ളി എയർ കണ്ടീഷൻ. അല്ലാതെ തന്നെ കാണാമല്ലോ, ഇങ്ങനെ നല്ലതായിട്ട്. ശരിക്കും വിൻഡോ ഇല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഫുൾ AC ആണ്, അപ്പോൾ നല്ല സുഖം. ആൻഡ് ഒരു ടോയ്ലറ്റ്, നീറ്റ് ആൻഡ് നല്ല മനോഹരമായ ഓൾ ഫെസിലിറ്റീസ്. ഓക്കെ, ഒരു ഷവർ ഏരിയ. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ഒക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടൊരു ബാത്റൂം, കോമ്പാക്ട്. അപ്പോൾ ശരിക്കും ഇത് 1 bedroom. ഇതുപോലെ തന്നെയാണ് എല്ലാം അല്ലേ, എക്സാക്ട്ലി ദ സെയിം. ഇത് സെക്കൻഡ് ബെഡ്റൂം. ഇങ്ങനെ കയറി പോവാം. ദേ നീറ്റ്, അയ്യോ രക്ഷയില്ല. ഇത് സെക്കൻഡ് ബെഡ്റൂം, അടുത്തത് തേർഡ് ബെഡ്റൂം. അപ്പോൾ 5 bedrooms ആൻഡ് കിച്ചൺ ഞാൻ രണ്ടാമത് താഴെ വരുമ്പോൾ കാണാം. എന്നിട്ട് നമ്മൾ നേരെ മേളിലേക്ക് വരുന്നു. ഓക്കെ, ഇതാണ് ഒരു, ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. എന്താ വേണ്ടേ, ഒരു വലിയ പാർട്ടിയൊക്കെ നടത്താൻ, ഗെറ്റ് ടുഗെദേഴ്സ് എല്ലാം ഹൗസ് ബോട്ടിൽ. ഇത് ഹൗസ് ബോട്ട് എന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഇത് ഒരു എന്താ പറയുക, ഹ്യൂജ് ഡൈനിങ് ഏരിയ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പാർട്ടീസിനൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ റേറ്റിംഗ് അല്ല, നമ്പർ ഓഫ് പീപ്പിൾ. ഒരു 20 പീപ്പിളിനൊക്കെ മുകളിൽ വരുമ്പോഴേക്കും ഇറ്റ് ബി അറൗണ്ട് 2500. That's cheap actually, including your food and everything and the cruise and okay, the whole day, one day cruise എടുക്കുകയാണെങ്കിൽ ഒരു 50 പേരായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ പെർ ഹെഡ് 2500 ഒക്കെ ആവുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഫുഡ് ഇൻക്ലൂസീവ് ആണ്. 100 പാക്സ് വരെ ഇതിനകത്ത് കയറ്റാം. സുഖം. ഇത് ഏറ്റവും ഐഡിയൽ ആയിട്ട് ഫോർ ലൈക്ക് ഫ്ലോട്ടിംഗ് കോൺഫറൻസസ്, ലൈക്ക് സീരിയസ് കോൺഫറൻസ്, കമ്പനീസ് കമ്മിങ് ഫോർ ഡിസ്കസിംഗ് ആൻഡ് ഓൾ ദാറ്റ്, അതിന് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാതിരിക്കാം. എന്തൊരു സന്തോഷം തോന്നുന്നു അറിയില്ല കണ്ടിട്ട്. ഇറ്റ്സ് നൈസ്. സൺഡെക്ക്, അത് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ചെറിയ ലൈറ്റായിട്ടുള്ള
എന്തെങ്കിലും കോഫിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സം ജ്യൂസ് ഓ സംതിങ് അല്ലേ, സം കോക്ടെയിൽസ്. വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് സൂര്യൻ. എനിക്ക് ആവശ്യമില്ല എങ്കിലും ഞാൻ വെയിലത്തോന്ന് നിൽക്കും. ഇതിപ്പോൾ അതേ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്, ഇത് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അത്രയും ഭംഗി ആസ്വദിക്കാൻ പറ്റാത്ത പുറത്തെ. പക്ഷേ കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്പൈസ് റൂട്ട് കമ്പനിയുടെ ഒറിജിനൽ തറവാട് വീട് നമ്മൾ അതുവഴിയാണ് കയറി വന്നത്. അക്കരക്കളം എന്നാണ് ആ കുടുംബ പേര്. ഇതിൻ്റെ പുറമേ നിന്നുള്ളൊരു വ്യൂ ആണ്. പണ്ടത്തെ കാലത്ത് ഇതായിരുന്നു എൻട്രൻസ് അല്ലേ, അത് കായൽ മാർഗമായി വരാൻ പറ്റുള്ളൂ, ബോട്ടിൽ അല്ല വള്ളത്തേലൊക്കെ വരണം. ആദ്യത്തെ ബോട്ട് സർവീസ് നടത്തിയത് അക്കരക്കളത്തെ ഫാമിലിയാണ്. ഓ അത് ശരി. ഇപ്പം ശരിക്കും ഇവിടെ വന്ന് നിന്നപ്പോഴേ മാൽദീവ്സിലൊക്കെ പോയ ഓർമ്മ വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ചില റിസോർട്ട്സ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പുറത്തിങ്ങനെ സൺഡേ ഒക്കെ പോലെയുള്ള, അവിടെ നമുക്കിങ്ങനെ ഫുഡെല്ലാം കഴിക്കാം. ഇറ്റ്സ് നൈസ്. ദിസ് ഇസ് അവർ ബോട്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫെനൽ. ഇത് കണ്ടോളൂ. ഇന്ന് നൈറ്റെല്ലാം ഞാൻ ഇതിലാണ് സ്പെൻഡ് ചെയ്യാൻ പോണത്. ഇതാണ് വഴിയല്ലേ. ഓക്കെ, ഓക്കെ ഓക്കെ, നൗ ഐ ക്യാൻ ഗെറ്റ് ഇൻസൈഡ് അല്ലേ. ഓക്കെ, അപ്പോൾ സ്കാൻ ആൻഡ് റെക്കോർഡ് യുവർ ഫുട് പ്രിന്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ ആയല്ലോ അല്ലേ. ജാഗ്രത, COVID-19 പ്രോട്ടോകോളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, മൊബൈൽ നമ്പർ എവറിത്തിങ് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കോവിഡിൻ്റെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ബ്രേക്ക് ദ ചെയിൻ. ഓക്കെ, സാനിറ്റൈസർ, ഡിസ്പെൻസർ, രക്ഷയില്ല. ഇന്നൊരു ലക്ഷറീസ് ലൈഫ് സ്റ്റൈലിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. നോക്കിക്കോളൂ, കംപ്ലീറ്റ് AC എല്ലാം ഓണായിരുന്നു, ഓൾറെഡി സെറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര കൂൾ. ഇത് ലിവിങ് സ്പേസ്. കയറി വരുമ്പോൾ തന്നെ ഇരിക്കാനുള്ള സോഫ, ഡൈനിങ് ഏരിയ. താങ്ക് യു. Welcome drink. Baki Anil will explain. He's got full knowledge about backwaters. Okay. We have a wonderful book. You can get more details on the birds, things, everything he will do. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻഫർമേഷൻസും എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പോൾ പുറത്തിപ്പോൾ നല്ല വെയിലാണ്, ഉച്ചയാണ്. പക്ഷേ ഇതിനകത്ത് കൂൾ കാര്യം ഫുള്ളി സെൻട്രൽ ഭയങ്കരമായിട്ട് എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് ലാവിഷ്. അപ്പോൾ ഈ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വേറെ വിശേഷങ്ങളെല്ലാം ബെഡ്റൂമിലേക്കൊക്കെ പോകണ്ടേ. അപ്പോൾ ഇതൊരു 3 ബെഡ്റൂമാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ബെഡ്റൂം എൻ്റെ. ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ റൂം. ഇന്ന് ഉറങ്ങാൻ പോകുന്ന മുറി ഇതാ. അയ്യാടാ, ലക്ഷൂറിയസ്. ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത മാതിരി ഉണ്ട്. സുഖം. ഇത് പുറത്തേക്കുള്ള വ്യൂ ആണ്. മൂവ് ചെയ്ത് തുടങ്ങി നമ്മുടെ ബോട്ട്. ആഹാ, മനോഹരമായ കായൽ കാഴ്ച കണ്ടുകൊണ്ട് ഡേ ടൈമിലാണ് നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റുക. രാത്രി നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതിനെ ഡോക്ക് ചെയ്യും. ആ സമയത്ത് രാത്രിയല്ലേ, അപ്പം നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ സുഖമായിട്ട് ഉറങ്ങാം. കൊതുകടിയൊന്നും ഉണ്ടാവില്ല, കാര്യം ഇത് കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആണ് ആൻഡ് വിത്ത് AC ആയതുകൊണ്ട്. ഇതിൽ ഒരു ജനൽ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷെ മിക്കവാറും ആരും തുറക്കാൻ സാധ്യതയില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ.
എ സി ഓഫ് ചെയ്തിട്ട് കിടക്കും. ഓ, നാച്ചുറൽ. ഓക്കെ. എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഇന്നത്തെ ഐറ്റംസ് കിച്ചണിലേക്ക് കയറി. നമ്മുടെ സ്ഥലം ആയിക്കോട്ടെ ശരിയാക്കിയിട്ട് മതി. ഇവിടെ എൻ്റെ ഉച്ചഭക്ഷണം റെഡിയാകാനായിട്ടുള്ള സംഭവങ്ങളാണ്. ചിക്കൻ, കരിമീൻ പൊള്ളിച്ചത് കാണുന്നുണ്ട്. ഇതെന്താ ചിക്കൻ തന്നെയല്ലേ? ഇതെന്താ ചെയ്യാൻ പോണേ? കരിമീൻ പൊള്ളിച്ചതിന് വേണ്ടിയിട്ട്. ഓക്കെ. ചെമ്മീൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് റെഡി. ഓൾറെഡി ഉണ്ടാക്കി പോയി, അത് കാരണം എനിക്ക് തൽക്കാലം അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് ബീറ്റ്റൂട്ട് പച്ചടി, അച്ചിങ്ങപ്പയർ മെഴുക്ക് വരട്ടി, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അവിയല് അല്ല പിന്നെ സാമ്പാറും ഇതാണ്. ഞാൻ സാമ്പാർ. ഓക്കെ. അപ്പോൾ ഇത് മെയിൻ ഷെഫ് ശ്രീ മംഗളാണ് അല്ലേ? അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ നല്ല കൂട്ടായിട്ടൊക്കെ രാത്രിത്തെ കുക്കിംഗ് എല്ലാം ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അടുക്കള ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇവിടെ ഇച്ചിരി ഓപ്പണായി കിടക്കാണ്. ഇത് ക്ലോസ്ഡ് അല്ല, ഇച്ചിരി കാറ്റെല്ലാം കയറാണ്. അടുക്കളയിൽ എ സി ഇല്ലല്ലോ, അടുക്കളയിൽ എ സി ഇല്ല, അത് കാരണം ഓപ്പണാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയേ. ഇത് ചേന്തങ്ങരി പള്ളിയാണ്. ചേന്തങ്ങരി പള്ളി ഇവിടെ ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ ബാപ്റ്റിസം നടന്ന പള്ളിയാണെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കാഴ്ചകൾ കണ്ട് കണ്ട് തന്നെ പോകാം. അപ്പുറം ഒരു പള്ളിയുണ്ട്, ഇപ്പുറം ഒരു പള്ളിയുണ്ട്. ഒരുപാട് പള്ളികളുണ്ട് ഈ റൂട്ടിലെല്ലാം. അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ട് അല്ലേ? ഓ, വേമ്പനാട് ലേക്കിന്റെ തിരക്ക് ഇവിടെ ഇല്ല. അപ്പോൾ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ആ ഒരു റഷ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഏറ്റവും വില്ലേജ് ആയിട്ടുള്ള കാഴ്ചകൾ മാത്രം കണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരം ഈ റൂട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പഴയ തറവാട് വീടുകളല്ലേ ഇതെല്ലാം? എല്ലാം പഴയ വീടുകൾ, ഇഷ്ടംപോലെ പഴയ വീടുകൾ. പുതിയ വീടുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല, എല്ലാം ഒരു പൊക്കത്തിലാണ് വെക്കണം. മഴ വെള്ളപ്പൊക്കത്തിന് മേടിച്ചിട്ടായിരിക്കും നെടുക്കത്തിൽ എല്ലാവരും മിക്കവാറും കാലിൽ പണിത വീടുകളുണ്ട്, കയറ്റി പണിത വീടുകളുണ്ട്, പില്ലേഴ്സിന്റെ മേളില്. ഇപ്പൊ സ്ട്രക്ചറിങ് ഒക്കെ മാറിയല്ലേ? ഇവിടെ മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കുന്നു, കഴുകിയെടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു ശരിക്കുള്ള കാഴ്ച അല്ലേ? ജീവിതം, റിയൽ ലൈഫ്. പരിചയമുണ്ടോ? ഹായ്, സന്തോഷം. ദേ ഇവിടെ തുണി അലക്കുന്നു. ഒരു മോള് ദേ ബോട്ടിലിരിക്കുന്നു. ചെറിയ വീട്ടിൽ വരെ ബയോ കമ്പോസ്റ്റ് പ്ലാന്റുകളൊക്കെ. ബയോ കമ്പോസ്റ്റ് പ്ലാന്റ്, മനസ്സിലായി. അപ്പോൾ അത്രയും നല്ലതായിട്ട് അവെയറാണ്. പക്ഷെ ഇവിടെ ഈ മഴക്കാലത്ത് കഷ്ടമാണല്ലേ വെള്ളം കയറുന്ന ഒരു രീതി വരുന്നത്. ഇവിടെയൊക്കെ വെള്ളം കയറില്ലേ ഈ ഭാഗത്തൊക്കെ? ഒരു പ്രത്യേകത കുറച്ചുകൊണ്ടൊക്കെ മാറിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വയൽ എല്ലാം ശരിക്കും ഈ വെള്ളത്തിനേക്കാൾ താന്നാണ്. വാട്ടർ ലെവലിനേക്കാളും താഴെയാണ് മറ്റേ വാട്ടർ ലെവൽ. അതുകൊണ്ടാണ് ഈ പ്രശ്നം. കുറച്ചുകൂടെ ലോ ലെവലിലാണ്. എങ്ങനെയാണ് കുട്ടനാട് ഒരു എന്താ പറയാ ഈ കൃഷിയുടെ ഒരു മെയിൻ സെന്ററായി മാറിയത്? അതാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ? ആദ്യം പണ്ട് ഈ സ്ഥലം മുഴുവൻ ഒറ്റ ലേക്കായിരുന്നു. ഈവൻ നമ്മുടെ ബേക്കർ സാഹിബിന്റെ ബംഗ്ലാവിൽ വന്ന് താമസിച്ച ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോ വന്ന് താമസിച്ച ഒരു ലേഡിയെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവര് പറഞ്ഞത് അവിടെ മണൽത്തിട്ടകൾ ഉണ്ടായിരുന്നു. ഇവര് മണൽത്തിട്ടയിൽ കളിക്കുമായിരുന്നു. അത് ശുദ്ധമായ വെള്ളമായിരുന്നു. പക്ഷെ ഇത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷ്യക്ഷാമം വന്ന സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മളിവിടെ കൃഷി ചെയ്യാനുള്ള ഇടങ്ങൾ തപ്പുമായിരുന്നു. അപ്പോൾ അന്ന് ബേക്കർ സാഹിബ് ശരിക്കും റബ്ബർ തോട്ടമൊക്കെ ആയിരുന്നു. അന്ന് ഇവിടെ ഒത്തിരി നല്ല കർഷകരെ കൊണ്ടുവന്നിട്ട് എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള കർഷകർ വന്നിട്ട് ഇവിടെ കൃഷി ആരംഭിക്കുകയാണ്. അപ്പൊ ഇവര് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ ലേക്കിനോട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളിൽ നല്ല വളക്കൂറുള്ള മണ്ണ്, നല്ല കരിമണലാണ്. കരികൃഷി എന്നൊക്കെ പറഞ്ഞ് ഈ സൈഡുകളിൽ കാണുന്ന ആ എക്കൽ മണ്ണ് ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. അപ്പൊ ഇവർ ഈ ലാൻഡ് അക്വയർ ചെയ്യാനായിട്ട് ഇവര് ഓരോ പാടം ഇവര് വളച്ചു കെട്ടി അതിന്റെ അകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുമായിരുന്നു.
ആലോചിക്കാം, മാനുവലായിട്ട് ഇവര് അപ്പൊ ഈ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഇടുമ്പോ പിന്നെ തിരിച്ച് വെള്ളം കയറില്ലേ? ബണ്ട് കെട്ടി അങ്ങനെ ഈ ചുരുക്കി പുറത്തേക്ക് അകത്തേക്ക് കൊണ്ടുവന്നു പാടശേഖരങ്ങൾ വളർന്നു വലുതായി. അങ്ങനെയാണ് ഇത് പാടശേഖരങ്ങൾ ഉള്ള സ്ഥലമായി. അതിനകത്ത് ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് മുരിക്കൻ. മൂന്നാറും വന്ന് കൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ 3 സൈഡിൽ നിന്നും, അതായത് നമ്മളിപ്പോ ഒരു സൈഡിൽ നിന്ന് പോകുന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിൽ നിന്നും ഇങ്ങനെ ആറ് വന്ന് കയറുന്നു. അത് ഏതൊക്കെയാണ് അപ്പൊ വന്ന് കയറുന്ന ആറുകൾ? 3 പേരറിയാം. പമ്പ റിവർ, മണിമല, മണിമല ആറ്, പമ്പാ നദി എല്ലാം കൂടെ വന്ന് കയറുന്ന ഒരു സ്പോട്ട്. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു കൈവഴിയിലൂടെ അവിടെ വന്ന് സജ്ജ. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടെ ഒരു ബിഗർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയില്ല, കണ്ടില്ലേ? ഇനി അങ്ങോട്ടും പോകുമ്പോൾ ഇത് കൂടി വരും അല്ലേ? കുറച്ച് വീതി കൂടും, പാലം കാണാം, പിന്നെ വേറെ ഹൗസ് ബോട്ട്സ് ഒക്കെ കണ്ടു തുടങ്ങി. അതെല്ലാം സാധാരണ ഹൗസ് ബോട്ട്സ് ആണ്. ഇത് ഒരു ഡിഫറെന്റ് ആണ്, ഇതൊരു സ്പെഷ്യൽ ആണല്ലോ. അതെ, ഈ സ്പൈസ് റൂട്ട്സിന്റെ ബോട്ട് പോലെ വേറെ ഒന്നും വരില്ല. ഏറ്റവും ലക്ഷറി, അത് ആലപ്പുഴയിലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ലൈനറാണിത്, ഒരു മാറ്റമില്ല. നമ്മുടെ ബോട്ട് ഇങ്ങനെ സഞ്ചരിച്ച് എത്തിയ സ്ഥലം എന്താണെന്ന് വെച്ചാൽ സെൻറ്റ് മേരീസ് ബസിലിക്ക. ഇതാണ് ഇവിടുത്തെ ഫേമസ് കല്ലൂർക്കാട് ചമ്പക്കുളം സെൻറ്റ് മേരീസ് ബസിലിക്ക. ഇത് ഏതാ പാലം? ഈ പാലം ഏതാ? ബ്രിഡ്ജ്, ചമ്പക്കുളം പാലം. അതെ, ഇത് ഒരു സാധാരണ ചേർച്ച് മാത്രമല്ല, ഇതൊരു ബസിലിക്കയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. ബസിലിക്കകളിലല്ല ഈ സിമ്പിൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. രണ്ടാമത് കാണുന്നത് ഒരു ക്രൗണിൻ്റെയൊക്കെ സിമ്പിൾ. അത് വത്തിക്കാനിൽ നിന്ന് പോപ്പിൻ്റെ കിരീടമാണ്. അത് വെച്ചിട്ടുള്ളൊരു സിമ്പിൾ വരും. പോപ്പിൻ്റെ വത്തിക്കാനിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു അംഗീകാരം. അങ്ങനെയാണത് ബസിലിക്കായി മാറുന്നത്. സോ വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, എത്ര പഴക്കമുള്ള പള്ളിയാണിത്. ബസിലിക്ക. അതെ, പഴയ അതല്ലേ, ആ കൺസ്ട്രക്ഷനൊക്കെ പഴയതാണ്. ഇതെല്ലാം തറ നോക്കിയേ, തറ എല്ലാം ചരലിട്ടിട്ട് ഇങ്ങനെ വിട്ടിരിക്കുക കംപ്ലീറ്റ്. ഇവിടെയെല്ലാം അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ബസിലിക്കയൊക്കെ അല്ല. അങ്ങനെ എപ്പോഴും എല്ലാവർക്കും കയറി വരാനൊന്നും പറ്റില്ല. അതിനൊക്കെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം പഴയ കെട്ടിൻ്റെ ഭാഗമാണ്. റൂഫ് എല്ലാം നോക്കിക്കോളൂ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഇവിടെ സംസാരം ദൈവത്തോട് മാത്രം. ഹിയർ ലെറ്റ് us talk only to God. കാര്യം മൊബൈൽ ഫോണെല്ലാം ഓഫ് ചെയ്യണം, പാദരക്ഷകൾ പുറത്തിടുക. പള്ളിയുടെ ഉള്ളിലേക്ക് പോവുകയാണേ ഞാൻ. ബാപ്റ്റിസത്തിൻ്റെ മാമോദീസയുടെ ഭാഗം. ഫ്രണ്ട്സ്, പഴയ പള്ളിയുടെ ഉൾഭാഗമൊക്കെ അതുപോലെ തന്നെ. പെയിൻറ്റിങ്സൊക്കെ നോക്കിയേ, സീലിങ്ങിലെ ചുവരിലെ ഒക്കെ. ആ പഴയ പള്ളിയുടെ പ്രൗഢിയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ചമ്പക്കുളം പള്ളി ഒത്തിരി പഴക്കം. AD 427 സ്ഥാപനം. AD 420. അന്ന് ചെറിയ ഒരു പള്ളിയായിരുന്നു. പെയിന്റിംഗ് ആണ് അല്ലേ? ഇറ്റാലിയൻ പെയിന്റിംഗ്. ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവും ഈ പെയിന്റിങ്സിന്? ഏകദേശം നല്ല പഴക്കമാണ്. ഈ ഓരോ പില്ലറയിലും ഓരോ സ്ഥലത്ത് ഓരോ പെയിന്റിങ്ങാണ്. പണ്ടത്തെ നമ്മുടെ ഈ പച്ചിലയൊക്കെ ഉണ്ട്, കരിയും പച്ചിലയൊക്കെ ഉണ്ട്. നാച്ചുറൽ കളേഴ്സ് അല്ലേ, പ്ലാന്റിന്റെ ഒന്നും. ഓക്കെ, തമിഴ് ലിപികൾ.
തമിഴ് അന്നത്തെ ആർട്ടിസ്റ്റിക് വർക്കൊക്കെ അവരല്ലേ കൂടുതൽ തമിഴന്മാരെ ഒരാളുണ്ടാകട്ടെ. ഇത് കണ്ടില്ലെങ്കിൽ കാലത്ത് പുൾപ്പിറ്റ് ഇതേതുകൊണ്ട് പ്രസംഗിക്കുക ഞാൻ മൈക്കൊന്നുമില്ല കാലത്തെ ഇതേ പിന്നെ പണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അച്ഛന്മാര് അനൗൺസ്മെന്റ് ഒക്കെ നടത്തുന്നത് അതിന്റെ മേളിൽ കയറിയിട്ട് മൈക്കില്ലാതിരുന്നൊരു കാലത്ത്. ഒരു ഭണ്ഡാരപ്പെട്ടി അല്ലേ, ഒരു ഡ്രാഗന്റെ വായിക്കത്തുനിന്ന് പോകുന്ന പോലെ അല്ലേ അത്. അങ്ങനെ ഇതും വളരെ പഴയതല്ലേ? ഇത് അനൗൺസ്മെന്റ്സ് ഒക്കെ നടത്താനായിട്ട് അച്ഛൻ കയറിയിരിക്കുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ. അതായത് അന്ന് മൈക്കില്ലാത്ത കാലം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. നല്ല ഭംഗിയുണ്ട് പള്ളി. ഭയങ്കര ആർട്ടിസ്റ്റിക് വർക്കാണ് പള്ളിമേട. എന്തോ ഭിത്തിയുടെ ഘനം. ഭയങ്കര ഘനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. സ്ട്രോങ്. ഓ ഡോറിൻ്റെ 8 അടിയോളം വരും അല്ലേ വാളിൻ്റെ ഘനം. ഈ ഡോറൊക്കെ കണ്ടോ ഉടൻ ഭയങ്കര പഴയ വാതിലുകളും. ചമ്പക്കുളം പള്ളി, സെന്റ് മേരീസ് ബസിലിക്ക അല്ലേ? കല്ലൂർകാട്. ഓക്കെ, കല്ലൂർകാട് സെന്റ് മേരീസ് ബസിലിക്ക. കൽക്കുരിശ് ഇതാണ് ആദ്യത്തെ കല്ലേലുള്ള. പഴയ വട്ടെഴുത്ത്. ഇത് വളരെ പഴക്കം ചെന്നതായിരിക്കും ഈ കൽക്കുരിശ്. ഇവിടെ വന്ന് മെഴുകുതിരി കത്തിക്കും ആൾക്കാർ. കത്തിക്കും. ഇവിടെ ഈ സൈഡിൽ ഇതാണ് പഴക്കം. അതെ, വെള്ളമെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ ഇതേ ഏതാണ്ട് പടിക്കെട്ട് വരെ പൊങ്ങി നിൽക്കുമല്ലേ. അവിടെ നിങ്ങൾ കയറാൻ എത്ര പെട്ടെന്ന് ഇങ്ങനെ കയറും. വേലിയേറ്റം വേലിയിറക്കം അതനുസരിച്ചിട്ടാണ്. ചമ്പക്കുളം വള്ളംകളി ഇതിൻ്റെ ഫ്രണ്ടിലാണ്. ഏതാ? മൂലം വള്ളംകളി. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ഇത് ചവിട്ടാവോ ഇവിടെ? ഓക്കെ, വള്ളംകളി ചമ്പക്കുളം വള്ളംകളി പോകുന്ന റൂട്ടായത്. ഇതാണ് സ്ഥലം. നോക്കൂ, പാലം. ഇത് പള്ളി ഇതിനോട് ചേർന്ന് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ വാളിനോട് ചേർന്ന് ഇച്ചിരി നടപ്പാതയുണ്ട്. അത്രയും മട്ടത്തിൽ തന്നെ വെള്ളം ഇങ്ങനെ കിടക്കുക. സോ എനി ടൈം വെള്ളം എപ്പോഴും. അപ്പോൾ വേലിയേറ്റം വരുമ്പോഴാണ് വെള്ളം കയറുന്നത് അല്ലേ? ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ അല്ലാതെ തന്നെ കയറി വരും. അതാണ് രസം. ഇതേ നോക്കി, അതൊരു ലൊക്കേഷൻ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിന് എവിക്റ്റ് ചെയ്തു. ആണോ? പശു എല്ലാത്തിനും പാലത്തിൽ കെറ്റിയോ? പാലമായിരുന്നു രക്ഷകൻ. ഓക്കെ, ഈ പാലത്തിലായിരുന്നു എല്ലാവരും. കംപ്ലീറ്റ് വെള്ളമായിരുന്നു. പള്ളിയുടെ കുറെ അകത്തൊക്കെ വെള്ളം കയറിയപ്പോ അല്ലേ? സാമ്പാർ തോണി എന്തി? അതേ കിടക്കുന്നു. അതാണ് സാമ്പാർ തോണി. ഓ, അത് കോൺക്രീറ്റ് ആക്കിയോ? പണ്ട് ഒറിജിനൽ വെള്ളമായിരുന്നു. ഇത് സാമ്പാർ പാകപ്പെടുത്തിയിട്ട് അതിനകത്ത് കൊണ്ട് ഒഴിക്കും. ഓ, അത് ശരി. അവിടെ നിന്ന് പിന്നെ 10-15-20 കമന്റായിട്ട് വെച്ചിട്ട് കൗണ്ടറിലോട്ട് പകർന്ന് എത്തിക്കുക. ആൾക്കാർ കഴിക്കാനുണ്ടാവും ഇഷ്ടം പോലെ. ആളുകൾ അങ്ങനെ വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട്. കൊണ്ട് കൊടുക്കാനായിട്ട് വോളണ്ടിയേഴ്സ് ഉണ്ടാവും. ഇവിടെ എല്ലാം പന്തലായിരിക്കും. പള്ളിക്ക് ചുറ്റും പന്തൽ, ഇഷ്ടം പോലെ ഗസ്റ്റുകൾ, ആൾക്കാർ ഒരുപാട് വരും. പിന്നെ വിശ്വാസികൾ ഭക്ഷണം കഴിക്കുക. തമിഴ്നാട്ടിൽ നിന്ന് ഓ ശരി, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്ന പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന കല്ലാണ്. മാത്യു തരകൻ. അന്നത്തെ വിളക്കായിരുന്നു. ഇപ്പൊ വൈദ്യുതീകരിച്ചിരിക്കും. ശരി, അന്നത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന വിളക്ക, കൽവിളക്ക്. പഴയ അത് കാറ്റടിച്ച് കടായിരിക്കുമ്പോഴുള്ള നല്ല ബ്യൂട്ടിഫുൾ പള്ളിയല്ലേ, നല്ല ഭംഗിയുള്ള സെറൈൻ. എന്താ ഒരു ചൈതന്യം. നമ്മൾ നടന്ന് പോകുന്ന എങ്ങോട്ടാന്ന് നോക്കിക്കോളൂ. നമ്മുടെ സാമ്പാർ തോണി.
പണ്ട് ശരിക്കുള്ള തോണിയായിരുന്നു, ഇപ്പം അത് സിമെൻറ്റ് തോണിയായി. പക്ഷെ ആ പഴയ തോണി മതിയായിരുന്നു. അതിൻ്റെ ഒരു വള്ളം. ഇപ്പോഴും സാമ്പാർ ഒഴിച്ചു വെക്കുമോ ഇതിൽ? മാർച്ച് 19 വന്നാൽ ഇതിനകത്ത് സാമ്പാർ ആണല്ലേ? ചൂരവടി ഫാമിലിയോ ഡൊണേറ്റഡ് ബൈ വേറെ ഫാമിലി ഇത് ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ അതെ ഇതിനകത്ത് മുഴുവൻ സാമ്പാർ ഒഴിച്ചു വെക്കും അകത്ത്. സാമ്പാർ തോണി. എന്നിട്ട് ഇതിനകത്തു നിന്നാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഫീസ്റ്റ്. അതെ അകത്ത് സാമ്പാർ ഒഴിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു കാര്യം. സാമ്പാർ തോണി. ഇതേ നോക്കി അകത്ത് നോക്കി. അപ്പോൾ മാർച്ച് 19 തീയതിയാണ് ഈ ഫീസ്റ്റ് നടക്കുന്നത്. വിശുദ്ധ ഔസേപ്പിൻ്റെ ശ്രാദ്ധം. വിശുദ്ധ ഔസേപ്പിൻ്റെ ശ്രാദ്ധം, അതായത് മരണാനന്തര ചടങ്ങ് പോലെ ഉള്ള ശ്രാദ്ധത്തിൻ്റെ മെമ്മറി ഓഫ് ഡെത്ത്, ഒരു ആനിവേഴ്സറി പോലെ അല്ല, മരണത്തിരുന്നാൾ. അപ്പോൾ ആ ദിവസമാണ് മാർച്ച് 19. അപ്പോഴാണ് ഇവിടെ കംപ്ലീറ്റ് ഫീസ്റ്റ് നടക്കുന്നത്. അന്നേരമാണ് ഈ ഒരു സാമ്പാർ തോണി നിറച്ച്. അപ്പം സാമ്പാറും ചോറും പിന്നെ എന്തൊക്കെയാണ്? കടുമാ. ഇത് രണ്ടുമാണ്, സാമ്പാറും കടുമാങ്ങി ചോറും. അതാണ് ഫീസ്റ്റ്. അത്ര 2001 ആൾക്കാർ വരും. ഇവിടെ മുഴുവൻ പന്തല, ഭയങ്കര ഫെസ്റ്റിവലാണ്, മരണത്തിരുന്നാൾ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഇപ്പോഴേ സേഫായിട്ട് അടച്ചു വയ്ക്കുന്നു. ആവശ്യമുള്ള സമയത്ത് ഇതൊന്നുകൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും. കഴുകി വൃത്തിയാക്കിയിട്ട് അല്ലേ അതിനകത്ത് ഫുൾ സാമ്പാർ പള്ളിയുടെ ഭംഗി നോക്കി. ഇതല്ലേ ഫ്രണ്ടായി പുതിയ വട്ടങ്ങളൊക്കെയാണ് പൊട്ടുകയില്ല താഴ്ന്നനുസരിച്ച്. ഇതേ കാരണം ഒന്നിച്ചങ്ങിരിക്കുക, ഒരു പൊട്ടലുമില്ല. ഒരു പൊട്ടലും ഇല്ലാതെ അങ്ങ് കൊണ്ട് താഴും അല്ലേ? പക്ഷെ ഇതിന്റെ ഇത് താന്നു തുടങ്ങിയല്ലേ ഇങ്ങനെ ഈ വെള്ളപ്പൊക്കം കാരണം? ഇതിന് 18 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞു. ആണോ? സ്റ്റെപ്പ് ചവിട്ടി കയറിയ സഭയുടെ താക്കോലാണത്. അതാണ് ബസിലിക്കയുടെ ചിഹ്നമായിട്ട് വരുന്നത്. ആ ക്രൗണും പോപ്പിന്റെ ക്രൗണും സഭയുടെ താക്കോലും. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു സെന്റ് പീറ്റർ. 12 അപ്പോസ്റ്റൽസ് ആയിരുന്നു. അതിൽ ഏറ്റവും പ്രമുഖരായിരുന്നു സെന്റ് പീറ്റർ. അദ്ദേഹത്തെയാണ് പിന്നെ സഭ സ്ഥാപിച്ചു കഴിഞ്ഞപ്പം അമരക്കാരനായിട്ട് ജീസസ് ക്രൈസ്റ്റ് തന്നെ നിശ്ചയിച്ചത്. പിന്നീട് വന്ന അപ്പോൾ ഫസ്റ്റ് പോപ്പാണ് സെന്റ് പീറ്റർ. 261 പോപ്പാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് അന്ന് ആ ഒരു താക്കോൽ ഏൽപ്പിച്ചു എന്നുള്ളതല്ലേ ബസിലിക്കയുടെ സിഗ്നേച്ചർ. അപ്പോൾ ഇതൊരു ബസിലിക്ക ആയിട്ട് ഡിക്ലെയർ ചെയ്തു 3 വർഷം മുന്നേ. അപ്പോൾ ഇതിങ്ങനെ പള്ളിയുടെ ഒരു സൈഡിൽ മാതാവിന് വേണ്ടിയിട്ടൊരു ഗ്രോട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗവും കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു ബസിലിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അമരക്കാരൻ എന്ന് പറയുമ്പോൾ അത് റെക്ടറാണ്. അപ്പോൾ ഫാദറാണ് എൻ്റെ റെക്ടർ, ഫാദർ എബ്രഹാം കാടാത്തുകളം വീട്ടുപേരാണ്. അപ്പോൾ എന്തായാലും ഫാദർ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ബസിലിക്ക എന്ന് പറയുന്നതിൻ്റെ സിമ്പിളും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ചരിത്രമൊക്കെ കുറേ മനസ്സിലായില്ലേ ഇവിടുത്തെ ടോട്ടലായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സന്തോഷം. താങ്ക് യു. 2016 ഇവിടെ ബസിലിക്കയുടെ സ്റ്റാറ്റസ് കിട്ടിയിരിക്കുന്നത്. അത് പോപ്പ് ഫ്രാൻസിസ് ആണ്. ആ സമയത്താണ് അദ്ദേഹമാണ് കൺഫർ ചെയ്തത്. കല്ലൂർക്കാട് ചമ്പക്കുളം സെൻറ്റ് മേരീസ് ഫൊറൈൻ ചർച്ച് ദ ടൈറ്റിൽ ഓഫ് ബസിലിക്ക ബൈ ദ സുപ്രീം പോണ്ടിഫ് പോപ്പ് ഫ്രാൻസിസ് ഓൺ 20th September 2016. അങ്ങനെ 2016 ഇത് ബസിലിക്കയായി മാറുന്നത്. 4 വർഷമായി അപ്പോൾ. ഓക്കെ, നമ്മുടെ ബോട്ട് വെയിറ്റ് ചെയ്യുന്നു. ബോട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ 5 സ്റ്റാർ ഈസ് വെയിറ്റിംഗ്. പള്ളിയിൽ നിന്നും ഇറങ്ങി വെള്ളത്തിൻ്റെ സൈഡിലൂടെ നടന്ന് നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. പടി കയറി മുകളിലേക്ക് എ സി ക്യാബിൻ.
ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങളാരും കഴിക്കുന്നില്ലേ? അയ്യോ എന്നെ ഒറ്റയ്ക്കെടുത്ത് കഴിപ്പിക്കുകയോ? അത് ശരിയല്ല. ജോയിൻ ചെയ്യണം. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു എന്താ പറയുക മൂവിങ് ലക്ഷറി ഒരു സംഭവം ഞാൻ മൂവ് ചെയ്ത് തുടങ്ങി. ഫ്ലോട്ടിങ് ലക്ഷറിയാണത് സത്യത്തിൽ. ഓക്കെ, അപ്പം ഭക്ഷണം കഴിക്കാം. കരിമീൻ പൊള്ളിച്ചതും ചോറ് എല്ലാം കരിമീൻ പൊള്ളിച്ചത് ഞാൻ ഓപ്പൺ ചെയ്യാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കുട്ടനാട് വന്നാൽ കരിമീൻ പൊള്ളിച്ചത് മസ്റ്റാണ്. യെസ്, ആഹാ, സ്റ്റീമിങ് ഹോട്ട്. ഇപ്പോൾ ടേസ്റ്റ് അറിയോ? മസാല ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം റിസൾട്ട്. നൈസ്. നല്ലോണം വേർത്തിട്ടാണ് എത്തിയത്. സാമ്പാർ എൻ്റെ ഫേവറേറ്റ് അല്ല, പക്ഷെ ബാക്കി ഒരുപാട് കറികളുണ്ട്, അപ്പോൾ അത് തന്നെ ധാരാളം. കൊഞ്ച് കൊഞ്ച് വലിയ കൊഞ്ച്. ആഹാ, വെരി ടേസ്റ്റി. അതിങ്ങനെ തേങ്ങാക്കൊത്തെല്ലാം ഇട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാക്കൊത്തിടുന്ന എല്ലാ പ്രിപ്പറേഷനും. തലയൊക്കെ ഭയങ്കരമായിട്ട് വേർത്തു. വെയിലത്തിൽ ഇറങ്ങി നടന്നേ. ഇപ്പം എ സിയിൽ നിന്ന് കൂൾ ചെയ്യാം. ചോറ് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അത്യാവശ്യം പ്രോൺസും നല്ല കഴിക്കും. എനിക്ക് ആദ്യമേ ഭക്ഷണം തരാണ്, ബാക്കിയുള്ളവരെല്ലാം രണ്ടാമത് ജോയിൻ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിക്കട്ടെ. ഹലോ ഷെഫ്. ഇത് നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടു. ഷെഫിൻ്റെ കിച്ചണിൽ പോയി. ഷെഫ് മംഗളാനന്ദൻ. അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യമാണ് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് ഷെഫ്, ഒരു രക്ഷയില്ല. അടിപൊളി. സന്തോഷം കേട്ടോ, വളരെ സന്തോഷം. ഇനി വൈകുന്നേരം രാത്രി ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടെ പോകാൻ പോവാം. ചിക്കൻ ഫ്രൈ, മീൻ കറി. അപ്പോൾ കുഴപ്പമില്ല, സ്പൈസ് ഒന്നും കുഴപ്പമില്ല. ഷെഫ് ഉണ്ടാക്കുമ്പോൾ ഞാനും കൂടി ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ ഷെഫ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇതൊന്നും വെയിറ്റ് ചെയ്തില്ല, ഷെഫ് എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. വളരെ ടേസ്റ്റ് ആയിരിക്കണം. സന്തോഷമായി കേട്ടോ, താങ്ക് യു. ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫീഡ്ബാക്സ് നല്ലതാണെങ്കിൽ നല്ലതാണോ എന്ന് തന്നെ പറയണം. അത് അവർക്കൊരു സന്തോഷമാണ്. ഉണ്ടാക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവും. നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്രീസിയേഷൻ ഓപ്പണായിട്ട് പറയണം. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. അവർക്ക് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ്. ഞാനാണെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കിയാൽ നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? എല്ലാവർക്കും അങ്ങനെ. ഇനി കഴിക്കലിൻ്റെ തിരക്കിലായി. ബോട്ടിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത്ര മനോഹരമായ ആംബിയൻസ്.